നമസ്കാരം, എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ തുടങ്ങാം. പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാണ് ന്യൂറൽ നെറ്റ്വർക്കിന് ബയാസ് അതുപോലെ തന്നെ ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ആവശ്യം എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നും അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള രണ്ട് സംഗതിയാണ്, ഒന്ന് ബയാസ്, രണ്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻസ്. ഇതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ സ്ക്രീനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ചെറിയൊരു ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. x1 ആണ് നിങ്ങളുടെ ഇൻപുട്ട്, w എന്ന് പറയുന്നതാണ് വെയിറ്റ്, നിങ്ങളുടെ y എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. y ഈക്വൽ ടു mx എന്ന് പറയുന്ന ഒരു ഇക്വേഷന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. m-ന് പകരം ഇവിടെ w ആണ്. m എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സ്ലോപ്പ് ആണ്. നിങ്ങൾ ഇവിടെ w ആണ് മാറ്റുന്നതെങ്കിൽ ശരിക്കും നിങ്ങൾ ആ ലൈനിന്റെ സ്ലോപ്പ് ആണ് മാറ്റുന്നത്, ആംഗിൾ ആണ് മാറ്റുന്നത്. w മാറ്റിയിട്ട് കുറച്ച് ലൈൻ മനസ്സിൽ സങ്കല്പിക്കുക. അതൊരു XY ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ളൊരു ലൈൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ലൈൻസ് എല്ലാം പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് ഒറിജിൻ ആണ്, 0 ആണ്. കാരണം എക്സിന് 0 ആകുന്ന സമയത്ത് വൈൻ്റെ വാല്യൂം 0 ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എമ്മിന് എന്ത് തന്നെ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വൈൻ്റെ വില 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് ലൈൻ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ ആ ഒറിജിനിലൂടെ പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എം മാറുമ്പോൾ എന്താണ് അടിസ്ഥാനപരമായി സംഭവിക്കുന്നത്, ഈ ലൈൻ ആ ഒരു പോയിന്റിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. ഇവിടെ നമ്മൾ ബയാസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് b എന്നാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഡബ്ല്യുവിനും ബിനും പല വാല്യൂകൾ കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പല രീതിയിലുള്ള ലൈൻസ് ഇമാജിൻ ചെയ്യുക. അതൊരു XY പ്ലോട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ലൈനുകളായിരിക്കും കിട്ടുക. നിങ്ങളുടെ എമ്മും ബിയും ഇത് വരെയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ലൈനിന്റെ പൊസിഷൻസ് ഒക്കെ മാറാം. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു ലൈനിന് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒറിജിൻ ആയിട്ട് ബന്ധമൊന്നുമില്ല. ഈ ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വെയിറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, അതേസമയം നിങ്ങൾ ബയസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ലൈനിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും കൂടി സഹായിക്കുന്നു. ഇനി നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ ഒരു രണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഏത് കേസിലാണ് ലൈൻ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരം രണ്ടാമത്തെ കേസിനായിരിക്കും. കാരണം രണ്ടാമത്തെ കേസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് റൊട്ടേറ്റ് ആവുന്നുണ്ട്, അതേസമയം ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈൻസിന് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തെ കേസിലാണ്. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ വെക്കുക. ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ ഇതേ രീതിയിലുള്ള മാറ്റമല്ല സംഭവിക്കുന്നത്. കാരണം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നോൺ ലീനിയർ ഫംഗ്ഷൻ ആണ്. ആക്ടിവേഷൻ ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ബയാസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ആക്ടിവേഷൻ ഫംഗ്ഷനെ ഷിഫ്റ്റ് ചെയ്യാനാണ് ഈ ബയാസ് ശ്രമിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം? അവിടെയാണ് ഇതിന്റെ ഒരു പ്രസക്തി വരുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് അടിസ്ഥാനപരമായി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു പ്രഡിക്ഷൻ ആണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഒരു സൊല്യൂഷൻ സ്പേസിൽ. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ മോഡലിന് കൃത്യമായിട്ട് ആ ഒരു സൊല്യൂഷൻ സ്പേസിലൂടെ സഞ്ചരിക്കാൻ പറ്റണം. ആ ഒരു മൊമെന്റ് കുറച്ചും കൂടി ഈസി ആക്കുന്നത് ആരാണ്, ബയാസ് ആഡ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ ബയാസ് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോഡൽ എന്ത് പറ്റും, നിങ്ങളുടെ മോഡലിന്റെ മൂവ്മെന്റ് ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൊല്യൂഷൻ സ്പേസിൽ നിങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള സെർച്ച് ലിമിറ്റഡ് ആയിരിക്കും. ഇതിനാണ് പ്രധാനമായിട്ടും നമ്മൾ ബയാസ് ആഡ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം കൂടി നോക്കാം. സ്ക്രീനിൽ കാണുന്നത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. നമ്മൾ സംസാരിച്ചതുപോലെ നമ്മുടെ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോർമാറ്റിലാണ്. നിങ്ങളൊരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ലീനിയർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് ഒരു നോൺ ലീനിയർ ഷേപ്പ് കിട്ടുകയാണ്. ഇവിടെ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് സിഗ്മോയിഡ് ആണ്. ഈ സിഗ്മോയിഡ് എന്താണെന്നും ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, സിഗ്മോയിഡ് എന്ന് പറയുന്ന ഒരു ടണലാണ്. നിങ്ങളുടെ ടണലിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ ടണലിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഒരു എസ് ഷേപ്ഡ് ഗ്രാഫാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ലൈന് നമ്മൾ എന്ത് ചെയ്തു, എസ് ഷേപ്പ് ഉള്ള ഒരു ഗ്രാഫിലേക്ക് കൊണ്ടുവന്നു. ഇതെന്താണ്, ഒരു നോൺ ലീനിയർ ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫംഗ്ഷൻ അല്ല. ഇനി ആക്ടിവേഷൻ ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്തത് സിഗ്മോയിഡ് ആണ്. കാരണം സിഗ്മോയിഡ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷേ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സിഗ്മോയിഡ് മാത്രമല്ല, പ്രത്യേകിച്ച് ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ സിഗ്മോയിഡിനുള്ള പ്രാധാന്യം വളരെ കുറവാണ്. മറ്റ് പല രീതിയിലുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻസും നമ്മൾ അവിടെ ഉപയോഗിക്കാറുണ്ട്.
ടാൻ എച്ച്, റെലു എലു തുടങ്ങി മറ്റ് പല രീതിയിലുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. ഇതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. മനസ്സിലാക്കുക, സിഗ്മോയിഡ് മാത്രമല്ല ആക്ടിവേഷൻ ഫംഗ്ഷൻസും മറ്റ് പല രീതിയിലുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻസും ഉണ്ട്. എന്തിനാണ് ഇത്തരം ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്? നോൺ ലീനിയാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലീനിയാരിറ്റിയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? പലതരത്തിലുള്ള ലെയേഴ്സ് കണക്ട് ചെയ്യാണ് നോഡ്സ് വഴി. ഈ കണക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരു ലീനിയർ ഫംഗ്ഷൻ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല തരത്തിലുള്ള ലീനിയർ ഫംഗ്ഷൻസ് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എപ്പോഴും ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിക്കോളണമെന്നില്ല, നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും കൂടുതലും. സോ അത്തരം നോൺ ലീനിയാരിറ്റി നമ്മുടെ പ്രെഡിക്ഷൻ മോഡലിലും കൊണ്ടുവരണമെങ്കിൽ ആര് വേണം? നമുക്ക് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് കൂടിയേ തീരും. ഇതിനു വേണ്ടിയിട്ടാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത്. ന്യൂറൽ നെറ്റ്വർക്കിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള പല ആസ്പെക്ട്സ് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. അതെല്ലാം ഈ വരുന്ന വീഡിയോസിൽ കവർ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ് ലേണിംഗ്.